സംസ്ഥാന സർക്കാരിന്റെ ആരോഗ്യ കേരളം പദ്ധതിയുടെ ജില്ലാതല പുരസ്കാരത്തിന് അഞ്ചൽ പ്രാഥമികാരോഗ്യ കേന്ദ്രം അർഹമായി. ജില്ലാതലത്തിൽ 2ാം സ്ഥാനത്താണ് കേന്ദ്രം. തിരുവനന്തപുരം കനകക്കുന്ന് കൊട്ടാരത്തിൽ നടന്ന ചടങ്ങിൽ ചൊവ്വാഴ്ച മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയിൽ നിന്ന് അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ സക്കീർ ഹുസൈനും പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസറും ചേർന്ന് പുരസ്കാരം ഏറ്റുവാങ്ങി. 3 ലക്ഷം രൂപയും പ്രശസ്തിപത്രവും ഫലകവും അടങ്ങുന്നതാണ് അവാർഡ്. ഗ്രാമപഞ്ചായത്ത് പോയ വർഷം ആരോഗ്യ മേഖലയിൽ വിഭാവനം ചെയ്ത പരിഷ്കാരങ്ങൾ പൂർണ്ണ അർത്ഥത്തിൽ വിജയകരമാക്കാൻ അഞ്ചൽ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ ജീവനക്കാർക്ക് കഴിഞ്ഞിട്ടുണ്ടെന്ന് സക്കീർ ഹുസൈൻ പറഞ്ഞു. വരും വർഷം 1ാം സ്ഥാനത്ത് എത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ ജീവനക്കാർ കൂട്ടായി പരിശ്രമിക്കണമെന്നും സക്കീർ ഹുസൈൻ പറഞ്ഞു. പ്രഥമ ആരോഗ്യ കേരളം അവാർഡാണിത്. അഞ്ചൽ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ മികച്ച സേവനമാണ് ലഭ്യമാകുന്നതെന്ന് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന രോഗികൾ പറയുന്നു. നമുക്ക് മരുന്നും കാര്യങ്ങളും എല്ലാം കിട്ടി, കുഴപ്പമില്ല. ഒന്നിൽ അസുഖങ്ങൾ ഒരുപാട് കുറവുണ്ട്. അസുഖങ്ങളൊക്കെ കുറവുണ്ട്. എന്നാൽ അവരുടെ നല്ല സഹകരണമുണ്ട്. ഡോക്ടർ നല്ലതുപോലെ ചികിത്സിക്കുന്നുണ്ട്. ഇവിടെ എത്ര ദിവസം കൊണ്ട് കിടക്കുന്നു? ആരോഗ്യ കേന്ദ്രത്തിലെ OP വിഭാഗവും ലാബും മറ്റ് സൌകര്യങ്ങളുമെല്ലാം മികച്ച നിലയിൽ പ്രവർത്തിച്ചു വരുന്നു എന്നാണ് പൊതുജനാഭിപ്രായം. കിടത്തി ചികിത്സ ഇല്ലാതിരുന്ന ആശുപത്രിയിൽ നിലവിൽ കിടത്തി ചികിത്സയും ആരംഭിച്ചിട്ടുണ്ട്. മെഡിക്കൽ ഓഫീസർ മുതൽ അറ്റൻഡർ വരെയുള്ളവരുടെ കൂട്ടായ പ്രവർത്തനമാണ് പുരസ്കാര നേട്ടത്തിനു പിന്നിലെന്ന് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പ്രവീൺ മാധ്യമങ്ങളോട് പറഞ്ഞു. നമ്മുടെ ഹോസ്പിറ്റൽ സൂപ്രണ്ട് മുതൽ ഹോസ്പിറ്റൽ അറ്റൻഡർമാരായുള്ള ഹോസ്പിറ്റൽ സ്റ്റാഫും ഓഫീസ് സ്റ്റാഫും ഫീൽഡ് സ്റ്റാഫും ചേർന്നുള്ള കൂട്ടായ പരിശ്രമത്തിലൂടെയാണ് നമുക്ക് ഈ അവാർഡ് നേടാൻ സാധിച്ചത്. സേവനസന്നദ്ധരായ ഒരുപറ്റം ജീവനക്കാരുടെ പരിശ്രമം ആശുപത്രിക്ക് മുതൽക്കൂട്ടാകുമ്പോഴും സ്ഥലപരിമിതിയും മറ്റ് പ്രതിബന്ധങ്ങളും ആശുപത്രിയുടെ വികസനത്തിന് വിലങ്ങുതടിയാവുന്നുണ്ട്. ഗ്രാമപഞ്ചായത്തിന്റെയോ ബ്ലോക്ക് പഞ്ചായത്തിന്റെയോ അധീനതയിലുള്ള മറ്റ് സ്ഥലങ്ങളിലേക്ക് സൌകര്യപ്രദമായി ആശുപത്രി മാറ്റി സ്ഥലപരിമിതിയും മറ്റ് ബുദ്ധിമുട്ടുകളും പരിഹരിക്കണമെന്ന് അഭിപ്രായമുയരുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ.